ഉണ്ടാകാതെ നോക്കാൻ എനിക്കറിയാം. നമ്മുടെയൊക്കെ കാര്യങ്ങളില് ഇത്രയും ആശങ്കയുള്ള ഒരു ഹൗസ് മെയ്ഡ് ഇവിടെ ഉള്ളത് നല്ലതല്ലേ? കുഞ്ഞെ, ഞാൻ പേടിക്കണ്ട പങ്കജം, ഞാൻ കൂടെയുണ്ട്. ശാലിനി, ശ്യാമയുടെയും രോഹിത്തിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ ഇതുവരെ? അവരെങ്ങ് വിളിക്കേ. അവരാ അതിഥികളെ സ്വീകരിക്കേണ്ടത്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം സത്യാമ്മേ. ഹലോ, മതിയായോ നിനക്ക്? ഞാൻ ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ പിള്ളച്ചേട്ടൻ നോക്കിക്കോ, ഇന്നിവിടെ ദാമ്പത്യ പൂജയും ഒരു മാങ്ങാത്തൊലി നടക്കാൻ പോകുന്നില്ല. ഒന്നുമില്ല സാറേ. വിഷ്ണുട്ടാ, എന്താ എന്താ വിഷ്ണുട്ടാ? വിഷ്ണുട്ടാ, നീ എല്ലായിടത്തും നോക്കിയോ? നോക്കി വിഷ്ണുട്ടാ. എന്താ എന്താ കാര്യം എന്ന് വെച്ചാ പറ. ശാലിനി, ശ്യാമ എവിടെങ്ങും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? ഇന്നലെ നിങ്ങൾ ഒരു റൂമിലല്ലേ ഉറങ്ങിയത്? ഞാൻ അവളെ ഇങ്ങോട്ട് വിട്ടതാണല്ലോ. റൂമിലേക്ക് വന്നു എന്നത് ശരിയാ, പക്ഷേ ഞാനിവിടെ നിന്നാ ശ്യാമ വീണ്ടും ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. ഇന്നലത്തെ പോലെ അയാൾ സെറ്റിൽ കിടന്ന് ഉറങ്ങണ്ടെന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോന്നു. ഞാൻ കരുതിയത് ശ്യാമ ബെഡ്റൂമിൽ ഉറങ്ങുന്നു. പക്ഷേ രാവിലെ നോക്കുമ്പോൾ റൂം തുറന്നു കിടക്കുക, അകത്താരുമില്ല. ഇവിടെയും ടെറസിലും ഒക്കെ അരിച്ചു പിറക്കി, എവിടെ ആളുടെ പൊടി പോലും ഇല്ല. അവള് ചിലപ്പോ താഴെ ഉണ്ടാവും. താഴത്തെ നിലയിൽ ഞാൻ പോയിട്ട് വന്നതല്ലേ. അത് ശരിയാ, താഴത്തെ നിലയിൽ ദാമ്പത്യ പൂജയുടെ ഒരുക്കങ്ങൾ നടക്കുക. അതിനിടെ ശ്യാമ അവിടെ കണ്ടെങ്കിൽ സത്യമ്മ അവളെ വിളിക്കാനായിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കില്ലല്ലോ. അല്ല, അമ്മ പറഞ്ഞോ ശ്യാമ വിളിച്ചോണ്ട് ചെല്ലാൻ? എന്നെ അതിനാ ഇങ്ങോട്ട് പറഞ്ഞയച്ചേ. ദൈവമേ, ഇനിയിപ്പോ അമ്മയോട് എന്താ പറയാ? സത്യമേ അറിയിക്കേണ്ട വിവരം. അത് പ്രശ്ന രോഹിത്തെ. ദാമ്പത്യ പൂജ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ അമ്മ ചൂലെടുക്കും. ഈശ്വര, അവളിപ്പോ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? പുലർച്ചെ ഞാൻ ഉണർന്നതാ. പതിവില്ലാതെ പിൻവാതിൽ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. അർജുനേട്ടൻ ഫോൺ വിളിക്കാനായിട്ട് പുറത്തിറങ്ങിയതായിരിക്കും എന്നാ കരുതിയത്. അർജുനേട്ടനോട് ചോദിച്ചപ്പോ അർജുനേട്ടനല്ല. നിങ്ങളാരും അല്ലല്ലോ. എങ്കിലൊരു പക്ഷേ രാത്രി തന്നെ ഈശ്വര, വിഷ്ണുട്ടാ, രാത്രി അവൾ ഇറങ്ങിപ്പോയെന്നോ അതോ അവൾ ഒറ്റയ്ക്ക്? ശാലിനി, ഇത് പതറി നിൽക്കാനുള്ള സമയമല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ശ്യാമയെ കണ്ടെത്തണം. പൂജാ മുഹൂർത്തം ആവുന്നതിന് മുമ്പ് ശ്യാമ എവിടെ എത്തിക്കണം, അമ്മ അറിയാതെ. ശ്യാമ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം വിഷ്ണുട്ടാ. പക്ഷെ അധിക നേരമൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എത്തിച്ചിരിക്കും. നിനക്കെന്താ ഞങ്ങളെ വിശ്വാസമില്ലേ? പക്ഷേ നിങ്ങളോട് പോകുമ്പോ തന്നെ സത്യമേ അറിയില്ലേ? ഇല്ല, അത് ഞങ്ങൾ പിൻവാതിൽ വഴി ഇറങ്ങി ജീപ്പ് എടുത്ത് പോക്കോളാം. പിന്നെ എവിടേക്കാ പോയെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ചു വെക്കണം. ശ്യാമ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അമ്മ അറിയാതിരുന്നാൽ മാത്രം മതി. മനസ്സിലാവുണ്ടോ രണ്ടുപേർക്കും? ഞങ്ങൾ ശ്രമിക്കാം വിഷ്ണുട്ടാ. ശാലിനി വിഷ്ണുട്ടനും പോയിട്ട് വാ. വാ.
ആ ഇനിയിപ്പോ ഇതോടെ എല്ലാം ഉള്ളൂ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ആ എല്ലാം കഴിഞ്ഞല്ലോ. എന്താ പാമേ? ശാലിനി ഇവിടെ പങ്കജം. കണ്ടില്ല സത്യാമ്മേ. ശാലിനി, ശാലിനി, ശ്യാമ എവിടെ? റെഡി ആയിക്കൊണ്ടിരിക്കമ്മേ. പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറ. ശരി. ഹലോ, പോ. നാളെ എന്റെയോ അയാളുടെ പേരില് ദാമ്പത്യ പൂജയോ മാങ്ങാത്തലിയോ മറ്റോ നടത്താനാണ് ഭാവമെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോവും. വിഷ്ണുട്ട, വിഷ്ണുട്ട, ശ്യാമ അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്യോ വിഷ്ണുട്ട? ശാലിനി, വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കാട് കയറണ്ട. എടോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ പിടിപ്പുകേടുണ്ടല്ലേ. അവൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നില്ലേ ഇത്. നമ്മുടെ കൂടി ചേർന്നല്ലേ ഇത് അവളുടെ മേലെ അടിച്ചേൽപ്പിച്ചത്. ചിലപ്പോ ജീവിതം കൈവിട്ട് പോയി എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. അവളുടെ സ്വപ്നങ്ങൾ തകർന്നു. ഇനി മുന്നോട്ടൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് തോന്നിയാലോ? അത് ശാലിനി നിർത്ത്. എന്റെ സങ്കടം വിഷ്ണുവേട്ടനോട് അല്ലാതെ വേറെ ആരോടാ ഞാൻ പറയാ? എടോ, അതിന് ഇത്ര സങ്കടപ്പെടാൻ വേണ്ടി അവനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ? എടോ, ഇയാൾക്ക് മാത്രമല്ല സങ്കടവും ആശങ്കയും ഒക്കെ എനിക്കും ഉണ്ട്. എന്ന് കരുതിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അതേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈശ്വര, ശ്യാമയ്ക്ക് ഒന്നും സംഭവിക്കില്ലടോ. അവൾക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എടോ, അവളുടെ ഒരു കുഞ്ഞു മനസ്സാ. പെട്ടെന്ന് ഇപ്പോ അങ്ങനെ സംഭവിച്ചപ്പോ അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ടുള്ളൊരു ചെറിയ പിണക്കേ ഉള്ളൂ അവൾക്ക്. അല്ലാതെ അവൾക്കിപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? എടോ, താൻ ടെൻഷൻ അടിക്കാതിരിക്കേ. എടോ ശാലിനി, എടോ താനിങ്ങനെ കരയാതെ. ശ്യാമേ, ശ്യാമേ, എന്താ രോഹിത്? ശ്യാമയോട് പെട്ടെന്ന് താഴേക്ക് വരാൻ പറഞ്ഞു സത്യമ്മ. പെണ്ണുങ്ങളുടെ ഒരുക്കമല്ലേ രോഹിത്, അതിന് അല്പം കൂടി സമയം എടുക്കുമെന്ന് പറ അമ്മയോട്.
പോയി. പ്രതി, ഇത് എത്ര നേരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? നമുക്ക് സത്യമായിട്ട് സത്യം പറഞ്ഞാലോ? കൊള്ളാം. അമ്മയോട് ആദ്യമേ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ശ്യാമ മാത്രമേ പുറത്താവുമായിരുന്നുള്ളൂ. അമ്മ ഇപ്പൊ ഇത്രയും നേരം കള്ളം പറഞ്ഞ് കബളിപ്പിക്കായിരുന്നു എന്നറിഞ്ഞ രോഹിത്തും വിഷ്ണുവേട്ടനും ശാലിനിയും ഞാനും എല്ലാം പുറത്താ. ഛേ, മറ്റെന്തമ്മ ക്ഷമിച്ചാലും കള്ളം പറയുന്നത് മാത്രം അമ്മ ക്ഷമിക്കില്ല. രോഹിത്ത് പേടിക്കണ്ട, വിഷ്ണുവേട്ടനും ശാലിനിയും ശ്യാമയെ കണ്ടെത്തിയിട്ടുണ്ടാവും. വിഷ്ണുട്ടാ, അവിടെന്താ? വിഷ്ണുട്ടാ, വാ. ചേട്ടാ ഒന്ന് വരോ? അവിടെ എന്താ ചേട്ടാ? അവിടെ ഒരു പെങ്കൊച്ച് ട്രെയിനിന് മുന്നിൽ ചാടിയതാ. റെയിൽവേ പോലീസ് വന്ന് ബോഡി മാറ്റി, പക്ഷെ കണ്ടാ സഹിക്കത്തില്ല. ഒരു കൊച്ചു പെണ്ണ് കണ്ടാ ഉറങ്ങി കിടക്കുവാണെന്നേ തോന്നും. ഈയിടെ കല്യാണം കഴിഞ്ഞാന്ന് തോന്നുന്നു. താലിയും സിന്ദൂരവും ഒക്കെ ഉണ്ട്. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിച്ച് കാണും. ഇപ്പൊ ആർക്ക് പോയി? അവർക്ക് തന്നെ പോയില്ലേ? പ്രായമായ പിള്ളേരെ അവരുടെ പാട്ടിന് വിട്ടേക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ പലതും കാണേണ്ടി വരും. എവിടെ ഉള്ളതാണോ ആവും. ഞാനൊന്ന് നോക്കിട്ടു വരാം. സാറേ, ആളെ തിരിച്ചറിഞ്ഞോ? ഇല്ല, ഞാൻ മുഖം ഒന്ന് നോക്കിക്കോട്ടെ. എനിക്കറിയാവുന്നൊരു കുട്ടിയെ ഇന്നലെ കാണാതായിട്ടുണ്ടേ. ആ നോക്കിക്കോ. എന്താ ആ കുട്ടിയാണോ? അല്ല,
വിഷ്ണുട്ടാ അവള് എടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ശ്യാമ അങ്ങനത്തെ ബുദ്ധിമോശമൊന്നും കാണിക്കില്ലെന്ന്. അവളല്ലത്. എടോ താൻ വാ കേറ്. പോവാം. പക്ഷെ എങ്ങോട്ടാ വിഷ്ണുട്ടാ? അറിയില്ല. അമ്മയെ വിളിക്കുന്നേ. സ്പീക്കറിലിട്ട് വിഷ്ണുട്ടാ. അമ്മേ വിഷ്ണു, ഈ സമയത്ത് ശാലിനിയും കുട്ടിനെ എവിടെ പോയതാ? ഞങ്ങള് പിള്ളച്ചേട്ടൻ പറഞ്ഞിട്ടേ കുറച്ചുകൂടി പൂക്കൾ വാങ്ങാൻ വേണ്ടിട്ട്. വാങ്ങി ഇതൊക്കെ മതി. ശാലിനിയും കൊണ്ട് നീ പെട്ടെന്ന് വാ വീട്ടിലേക്ക്. ആ വരാം വരാമോ. വിഷ്ണുട്ടാ ശ്യാമയില്ലതെ എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക്? പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ശാലിനി. എപ്പോഴായാലും നമ്മൾ തന്നെ മറുപടി കൊടുക്കണ്ടേ. മാലതിയോ? വാ, വരണം വരണം. ചടങ്ങുകള് തുടങ്ങാറായില്ലേ ഭാമേ? ആ തുടങ്ങാറായി. ഇവിടെ രോഹിത്തിന്റെ പെൺകുട്ടി. ഞങ്ങൾ അവളെ കാണാനാ വന്നത്. പങ്കജം, ആ സത്യാമ്മേ. നീ പോയി വിളിച്ചോണ്ട് വാ അവളെ. ആ ശരി. അപ്പൊ സുഖാണല്ലോ? ആ. പെട്ടെന്ന് തീരുമാനിച്ച പൂജയല്ലേ? ആണോ? എന്തൊരു രോഹിത് സാറല്ല, ഞാനാ. എന്താ? വാതിലൊന്ന് തുറന്നേ, ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ. എന്തിനാ? ശ്യാമമോളെ ഒരുക്കാൻ ഞാനും കൂടി സഹായിക്കാം. ഓ അതിന്റെ ആവശ്യമില്ല. നിനക്ക് താഴെ വേറെ ജോലിയില്ലേ? താഴത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. സത്യാമ്മയാ പറഞ്ഞത് ഇവിടെ ഒന്ന് സഹായിക്കാൻ.
ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോയേ. എന്നാ ഞാൻ ഈ മുല്ലപ്പൂ വെച്ച് കൊടുത്തിട്ട് പൊയ്ക്കോളാം. ഹ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് മുല്ലപ്പൂവൊക്കെ ഉണ്ട്. എന്നാ വേണ്ട, വാതിലൊന്ന് തുറന്നേ, ശ്യാമോളെ ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ കാണണ്ടെന്ന്. കണ്ടാലെന്താ, ഞാനൊരു പെണ്ണല്ലേ, ഒന്ന് നോക്കട്ടെ. പെണ്ണായാലും ആണായാലും ഇപ്പൊ കാണണ്ട.